شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലിൽ 4-ാമത്തെ ആയത്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സദഖല്ലാഹുൽ അലിയുൽ അളീം. പരിശുദ്ധ ഖുർആൻ ആലോചിച്ച് അർത്ഥമറിഞ്ഞ് പതുക്കെ ഓതേണ്ടതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ ഓത്തിൻ്റെ മര്യാദകളാണ് ചർച്ച ചെയ്യുന്നത്. 8 നമ്മൾ പറഞ്ഞു. ഇനി 9-ാമത്തെ കാര്യമാണ് പറയാനുള്ളത്. 9-ാമത്തേത് എന്ന് പറഞ്ഞാൽ അത്തറക്കി എന്ന് പറയും. അത്തറക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ പദം അത്തറക്കി. നമ്മളങ്ങോട്ട് ഉയരണം, നമ്മളുടെ ആ മാനസിക നില ഉയരണം. ഏത് ലെവലിലേക്ക് ഉയരണം? നമ്മൾ ഈ കലാം അള്ളാഹുവിൽ നിന്നിങ്ങനെ കേൾക്കുന്നത് പോലെയുള്ള ഒരു ഉയർച്ചയിലേക്ക് നമ്മളെത്തണം. ആ ഒരവസ്ഥയിലേക്ക് എത്തണം. നമ്മളെ തന്നെ കേൾക്കല്ല. അപ്പോൾ നമ്മൾ ഓതുമ്പോൾ നമ്മൾ തന്നെ കേൾക്കുമല്ലോ. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ അത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നതല്ല, അള്ളാഹു എന്നോട് ഇങ്ങനെ പറയുകയാണ് എന്ന് അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്ന ആ ലെവലിലേക്ക് ഉയരാം. ഈ ഖിറാഅത്തിൻ്റെ ദർജകൾ 3 ഉണ്ട് എന്ന് ഇമാം ഗസാലി തങ്ങൾ ഇതിന് ശേഷം പറയുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. 3 ദർജകളാണ് ഖിറാഅത്തിന്. അതിലേറ്റവും താഴ്ന്നത് ഏതാണെന്നറിയോ? ഒരാൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അള്ളാഹുവിന് ഇങ്ങനെ ഓതിക്കൊടുക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഓതുന്നത് പോലെ സങ്കല്പിക്കുക. അള്ളാഹിൻ്റെ മുമ്പിലാണ്, അള്ളാഹു അവനെ നോക്കുന്നു, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ ഓതുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് അവനെന്താവും, കുറച്ചൊക്കെ ഒരു ഭയഭക്തിയും വിനയമൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു ദർജ. ഏറ്റവും ചെറിയ ദർജ അതാണ് കേട്ടോ. അള്ളാഹിൻ്റെ മുമ്പിൽ ഖുർആൻ ഓതി, അള്ളാഹ് എന്നെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ ഓതുന്നത് കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓതുന്ന ആ ഒരു അവസ്ഥയിലുള്ള ഓത്ത്. 2-ാമത്തെ ദർജ എന്താ? 2-ാമത്തെ ദർജ ഖുർആൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഖൽബ് കൊണ്ട് ഇങ്ങനെ അവനിങ്ങനെ കാണുക. അള്ളാഹു അവനെ കാണുന്നുണ്ട്, അള്ളാഹു അവനോട് സംസാരിക്കുന്നുണ്ട്, അള്ളാഹു അവനോട് മുനാജാത്ത് നടത്തുന്നുണ്ട്, അള്ളാഹു അവനോട് നന്മ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താവും? അപ്പോൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒന്നൊരു ടോപ്പ് തരാം. നേരത്തെ നമ്മളെന്താ പറഞ്ഞ്? ഖുർആൻ ഓതുന്നു, അള്ളാഹിന് മുമ്പിൽ അള്ളാഹ് കേൾക്കുന്നുണ്ട് അല്ലേ, അള്ളാഹ് നോക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല. അള്ളാഹിന് മുമ്പിൽ ഖുർആൻ ഓതുകയാണ്. അപ്പോൾ അള്ളാഹു തആല എന്നെ ശരിക്കും നോക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും കാണുന്നുണ്ട്, അള്ളാഹു എന്നോട് സംസാരിക്കുന്നുണ്ട്, എന്നോട് മുനാജാത്ത് നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും ഒരു നാണം, അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു നാണം, അള്ളാഹിന് ഒന്നും കൂടി ഒരു ബഹുമാനവും എന്താണ് പറയുക, വല്ലാത്തൊരു ശ്രദ്ധയും ഒക്കെ വരും. കാരണം ഇന്നോട് ഇങ്ങോട്ട് സംസാരിക്കണ്ടല്ലോ. മറ്റേ ഞാൻ അങ്ങോട്ട് മാത്രം സംസാരിക്കണം, അള്ളാൻ്റെ കാര്യത്തല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാം. 3-ാമത്തെ ദർജ എന്താണെന്ന് നിങ്ങൾ, ആ ഖുർആൻ ഓതുന്ന ആൾ ആ ഓത്തിൽ മുത്തക്കല്ലിമിനെ കാണുക. ആരാണോ സംസാരിക്കുന്നത് അള്ളാഹിനെ മാത്രമേ അയാൾ കാണുള്ളൂ. അവിടെ ഞാൻ എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല, ഓതുന്ന ആളേ ഇല്ല, ആകെ അള്ളയേ ഉള്ളൂ. ആ ഓനെ നോക്കൂല, ഓൻ്റെ ഓത്തും ശ്രദ്ധിക്കൂല, ഒന്നും നോക്കൂല, ഒന്നുമില്ല. അള്ളാഹു മാത്രം. ആ കലാമിൽ അള്ളാഹിനെ അങ്ങനെയാണ് കാണുക, അള്ളാഹുവിനെ മാത്രം. സുബ്ഹാനല്ലാഹ്. വേറെ എവിടെ ഒരു ചിന്തയോ ഒന്നുമില്ല. അള്ളാഹുവിന് പരിപൂർണമായി ലയിച്ചു ചേരുന്നൊരു ദർജ. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞിരുന്നു ഇല്ല, ഇതങ്ങനല്ല. ഇത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ. ഖുർആനിൽ തുറന്ന അള്ളാഹു. അവിടെ ഞാനുമില്ല, ആ കലിമാത്തുകളുമില്ല, സിഫാത്തുകളുമില്ല, ഒന്നുമില്ല, പടച്ചവൻ മാത്രം. ഈ ദർജ, ഇതാണ് ഏറ്റവും ടോപ്പ് ദർജ. ഇത് മുഖറബീങ്ങളായ ആളുകൾക്ക് ഉണ്ടാകുന്ന ദർജയാണ്, അസ്ഹാബുൽ യമീൻ ഉണ്ടാകുന്ന ദർജയാണ്.
ഇങ്ങനെ 3 ദർജകളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ ആളുകൾ ഇങ്ങനെ ദർജയിലെത്തിയ ആളുകളായിരുന്നു, വലിയ വലിയ ആൾക്കാർ. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ അള്ളാഹു തആല അങ്ങോട്ട് പ്രത്യക്ഷപ്പെടും, അള്ളാഹുവിന് തജല്ലി ഉണ്ടാവും, ആ തജല്ലി അവർക്ക് ബോധ്യപ്പെടും. ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ അള്ളാഹു ഇതിനൊക്കെ തയ്യാറാണ്. നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അള്ളാഹു തആല പ്രത്യക്ഷപ്പെടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ അത് ആ ബോധം നമുക്കില്ല. പ്രത്യക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഫിസിക്കലി അല്ല കേട്ടോ, അള്ളാഹു തആല അങ്ങനെ വരൂലല്ലോ. അള്ളാഹുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ റഹ്മത്ത് പല നിലക്കും അതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ നമ്മൾ മറ്റെവിടെ ശ്രദ്ധിച്ചാൽ പിന്നെ നമുക്കിതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് പല ആളുകളും ഓത്താണ് തുടങ്ങിയാണ് വീണു പോകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ തുറന്നാൽ വീണു പോകുന്നത്. അതുകൊണ്ടാണ് ബോധക്ഷയം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്. നിസ്കാരത്തിൽ ഒരിക്കൽ അങ്ങനെ ഓതിയപ്പോൾ മഹാനായ ആൾ നിസ്കാരത്തിൽ ഓതിയപ്പോൾ ബോധം കെട്ടുപോകണം. നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്തേ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഒരായത്ത് ഇങ്ങോട്ട് എത്തിയപ്പോഴേ ഞാനത് മുത്തക്കല്ലിമെന്നും ഇങ്ങോട്ട് കേൾക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ സംസാരിക്കണം അള്ളാഹുവിനോട് പറഞ്ഞ മാതിരി ഫീൽ ചെയ്തു. ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൽ പിടിച്ചാൽ കിട്ടിയില്ല, ഞാനാണ് വീണു. ആ മുത്തക്കല്ലിമിനെ കാണാൻ എൻ്റെ ശരീരത്തിന് കഴിഞ്ഞില്ല, ഞാൻ വീണുപോയി. ഈ സമയത്താണ് ഈ അവസാനം പറഞ്ഞ ദർജയുടെ ആ ഒരു ലെവലിലാണ് അതിൻ്റെ പരിപൂർണമായ ഹലാവത്ത്, ടേസ്റ്റ്, ഒരു രസം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടുക. സുബ്ഹാനല്ലാഹ്. ചില മഹാന്മാർ പറഞ്ഞു, ഞാൻ ചിലപ്പോൾ ഖുർആൻ ഓതുമ്പോൾ എനിക്ക് ആ ഒരു രസം കിട്ടൂല. അപ്പോൾ രസം കിട്ടാത്തപ്പോൾ ഞാൻ എന്താലോചിക്കുന്നറിയോ, ഞാനത് ഓതും കഅന്നി അസ്മഉ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് പോലെ സങ്കല്പിച്ചിട്ട് ഓതി നോക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഓതിക്കൊടുത്ത് കേൾപ്പിക്കുന്ന ആ രംഗമല്ല, ഞാൻ അങ്ങനെ മനസ്സിൽ കാണും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി രസം കിട്ടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതും പോരല്ലോ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉയർന്ന് ചിന്തിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ഉയർന്ന ലെവലിലേക്ക് ഞാൻ എത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഓതി കൊടുക്കുന്നത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ഉയർന്ന ദർജയിലേക്ക് എത്തും. ആ ദർജയിൽ എന്താണെന്നറിയോ, അപ്പോൾ ഞാൻ ആ ഓത്തെവിടുന്ന് കേൾക്കുന്നത്, ഞാൻ അങ്ങനെ ഓതുമ്പോൾ ഞാനത് മിൻ ജിബ്രീൽ അലൈഹിസ്സലാം യുൽഖി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആ ഒരു രംഗം ഞാൻ അങ്ങനെ മനസ്സിൽ കാണും. അപ്പം ഞാൻ ആ ലെവലിലെത്തി. ജിബ്രീൽ നേരിട്ട് വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന രംഗം ഞാൻ അങ്ങനെ കാണും. അപ്പോൾ ഒന്നുകൂടി രസമായി. അപ്പോൾ ഞാൻ ഒന്നുകൂടി എൻ്റെ ദർജ ഉയരും, വേറെ ലെവലിലേക്ക് ഞാൻ എത്തും. ആ ലെവലിൽ എന്താണെന്ന് അപ്പം ഞാൻ ഇവിടുന്ന് ഖുർആൻ കേൾക്കുന്നത് മിനൽ മുത്തക്കല്ലിമി ബിഹി, ആ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്ന രാജാതിരാജനായ അള്ളാഹുവിൽ നിന്ന്. അപ്പോൾ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അത്രയും സുഖവും സന്തോഷവും. പിന്നെ എൻ്റെ ബോധം പോവുകയാണ്. പിന്നെ ക്ഷമിക്കാൻ കഴിയാത്ത സുഖം, അങ്ങനെ ഉണ്ടല്ലോ, സന്തോഷം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത. എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പറയലേ, നമ്മളൊക്കെ എന്താ ചെയ്യുക? പരമാവധി ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് ഓതുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓതേണ്ടത്. അതാണ് 9ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞല്ലേ. 10ാമത്തെ കാര്യം അത്തബരി. എന്താണ് അത്തബരി? തബരി എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാകുക എന്നാ ശരിക്കർത്ഥം. ഒഴിവാകുക. ഖുർആൻ ഓതാനിരുന്നാൽ എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിവാകുക. ചുറ്റുവട്ടത്തിൽ നിന്ന് നമ്മളെ ശക്തി, നമ്മളെ കഴിവ്, നമ്മളെ മാനം, നമ്മളെ അഭിമാനം, നമ്മളെ പൈസ, നമ്മളെ പണം, നമ്മളെ മക്കൾ, നമ്മളെ കുടുംബം എല്ലാം ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. അള്ളാഹുവിൻ്റെ റിളയും തസ്കിയത്തും അതങ്ങോട്ട് വരട്ടെ. സുബ്ഹാനല്ലാഹ് അല്ലേ? പരിശുദ്ധ ഖുർആൻ ഓതിയാൽ അത് മാത്രം ചിന്തയാവുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭീഷണിയുടെ ആയത്തുകളാണെങ്കിൽ അവ പുറത്തുള്ള വേറൊന്നും അറിയണ്ട. ഇതന്നെ ഈ ഭീഷണി, ഇത് എന്നോട് തന്നെയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ ആൾ. സാലിഹ്യങ്ങളായ ആളുകളെ പുകഴ്ത്തുമ്പോൾ ഞാനതിൽ പെടുക തന്നെ ചെയ്യും. എനിക്ക് വേറൊന്നും വേണ്ട, ഞാനതിൽ പെടും. സിദ്ദീഖ്യങ്ങളെക്കുറിച്ച്, ശുഹദാക്കളെക്കുറിച്ച്, സാലിഹ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാനതിൽ പെടണം എന്നാണ് റബ്ബിനോട് പറയണത്. എനിക്ക് വേറൊന്നും വേണ്ട, ഞാൻ എല്ലാത്തിനും ഒഴിവായി ഞാൻ ഇതിലേക്കാണ്ട് ഇറങ്ങുകയാണ്. ധിക്കാരികളെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഹഖിൽ വീഴ്ച വരുത്തിയവരെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളാവശ്യം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് നമ്മൾ വിചാരിക്കണം. ഇങ്ങനെ കുറേ വിഷയങ്ങൾ. അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സഹോദരനോട് വാക്ക് കൊടുത്തു, ഞാൻ നോമ്പുറക്കാൻ വരാമെന്ന്. പക്ഷേ നോമ്പുറക്കണ സമയത്തും ഇദ്ദേഹത്തെ കാണാനില്ല. നേരം വെളുക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ
ആതിഥേയൻ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ എന്നോട് നോമ്പുറക്കാൻ വരാമെന്ന് പറഞ്ഞില്ല, എന്താ വരാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനെൻ്റെ കാരണം പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് നോമ്പുറക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ വരാത്തതിൻ്റെ കാരണം പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഞാനത് ആരോടും പറയില്ല. പക്ഷെ നിങ്ങളത് ചോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു വാഗ്ദത്തം ചെയ്തില്ലേ, ഞാനത് കാരണമില്ലാതെ ലംഘിച്ചതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാനൊരു കാരണം പറയാറുണ്ട്. എന്താണെന്നറിയോ? ഒന്നുമില്ല, ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തായാലും പിന്നെ എന്താണ് പറയുക, വിത്രും കൂടെ നിസ്കരിക്കാം, നോമ്പ് തുറന്ന് പിന്നെ ആ ഒരു സമയത്ത് നിസ്കരിക്കണ സമയത്ത്, അതായത് എന്താണ് പറയുക, ഖുർആൻ ഓതുമ്പോൾ ഒരു നിസ്കാരത്തിൽ ഖുർആൻ ഓതിയ സമയത്ത് ഞാൻ പിന്നെ ഒരു ആയത്ത് ഓതിയ നേരത്ത് അല്ലാഹു തആല ഞാൻ ആ ആയത്തിൽ അങ്ങോട്ട് ലയിച്ചിട്ട് ഞാനല്ലാതെ മാറി. സർവ്വ ചുറ്റുവട്ടങ്ങളിൽ നിന്നും എല്ലാ ഏരിയകളിലും ഞാനങ്ങോട്ട് ഒഴിവായി, പരിപൂർണമായി ഞാനങ്ങോട്ട് മുക്തമായി. ഇന്ന് അല്ലാഹു തആല എന്നെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ഓതാൻ തുടങ്ങിയപ്പോൾ ഞാൻ വലിയൊരു പച്ച നിറമുള്ള സുന്ദരമായ പൂക്കളുള്ള ഒരു തോട്ടത്തിലേക്ക് റബ്ബെന്നെ കൊണ്ടുപോയി. ഞാനങ്ങനെ അവിടെ ഇങ്ങനെ മതിച്ച് ഉല്ലസിച്ച് നടക്കുകയാണ്. ഞാനങ്ങനെ അങ്ങോട്ട് നിന്നുപോയി, സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോഴാണ് അപ്പം ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഉണർന്നത്, ഞാൻ എഴുന്നേറ്റത്, ഞാൻ ആ രംഗത്ത് നിന്ന് ഞാൻ മാറിയത്. അങ്ങനെ നേരം പൊഴുത്തു വന്നു. പിന്നെ എനിക്ക് നിങ്ങളത്തേക്ക് വരാൻ പറ്റിയില്ല. സുബ്ഹാനല്ലാഹ്, എന്താ അതൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഓരോ രംഗങ്ങളാണ്. അപ്പം ഇങ്ങനെ ചില മുഖാശഫകൾ, അത് പരിപൂർണമായി തബരി ഉണ്ടാകുമ്പോഴേ ഉണ്ടാവുള്ളൂ. ശരീരത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെ. അള്ളാഹു എന്താ പറഞ്ഞാൽ അത് കേൾക്കുക, അതിലാലോചിക്കുക, അതിൽ ചിന്തിക്കുക. ഒരു വട്ടം ഓതിയിട്ട് മനസ്സിലായി, രണ്ടാമത് ഓതുക, മൂന്നാമത് ഓതുക, ഇങ്ങനെ ഊതി ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തെർത്തീൽ എന്ന് പറഞ്ഞാൽ അതാണ്. സാവധാനം ഓതുമ്പോഴാണ് ചിന്തിക്കാനും മനസ്സിലാക്കാനും സമയം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പഠിച്ച ആയത്തുകളെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ഈ രൂപത്തിൽ ഓതി ശീലിക്കാൻ നമ്മൾ ശ്രമിക്കുക. പഠിച്ച ആയത്തുകളെങ്കിലും നമ്മൾ എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അൽഹംദുലില്ലാഹ് റൈഹാൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല പൂർത്തിയാക്കാൻ തൗഫീഖ് തരട്ടെ. പേജുകൾ വെച്ച് പഠിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിച്ച ആയത്തുകൾ ഓതുമ്പോൾ ചിന്തിക്കുകയും ചെയ്യുക. നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഡെയിലി ഓതുന്ന സൂറത്തുകളുടെയും ആയത്തുകളുടെയും അർത്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് ഓതുമ്പോൾ അത് തദബ്ബുർ ചെയ്യാനും തെർത്തീലോടെ ഓതാനും ശ്രമിക്കുകയും ചെയ്യും. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മൾ തീർന്നിട്ടില്ല, കുറച്ചുകൂടി സംബന്ധമായിട്ട് പറയാനുണ്ട്, അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.